ഈ ഓഡിറ്റോറിയത്തിന് തൊട്ട് പുറകിലൊരു മാർക്കറ്റുണ്ട്, ശക്തൻ മാർക്കറ്റാണ് അല്ലേ അല്ലേ? ആ മാർക്കറ്റിലേക്ക് ചെന്നാൽ ഭയങ്കര ബഹളമാണ്. പുറത്ത് നോക്കുന്നവർക്ക് ഇതെന്തായി കാണിക്കുന്നതെന്നൊക്കെ തോന്നും. അതിൻ്റെ അകത്ത് നമ്മൾ കയറി ചെന്നാൽ നമുക്കറിയാം, കുറേ ആളുകൾ കൊണ്ടുവന്ന സാധനം വിൽക്കുന്നു, കുറേ ആവശ്യക്കാർ സാധനം മേടിക്കുന്നു. അതിൻ്റെ ബഹള കാണുന്നത്. ചില ആൾക്കാർ കൈയും കെട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അവർ മേടിക്കാൻ വന്നവരുമല്ല, വിൽക്കാൻ വന്നവരുമല്ല, മാർക്കറ്റ് കാണാൻ വന്നവരാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് കാണാൻ വന്നവർക്ക് ഇത് കണ്ടുപോകാം, വിൽക്കാൻ വന്നവർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വിൽക്കാം, മേടിക്കാൻ വന്നവർക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ വല്ലതുണ്ടോ തമ്പുരാന്? സ്തോത്രം. അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളൊന്ന് ഓർത്തു വയ്ക്കുകയെ. അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും സ്തോത്രത്തോടും അല്ലാതെ വരാൻ നമുക്ക് കഴിയത്തില്ല. വല്ലതും കൊടുക്കാനുണ്ടോ കയ്യിൽ? പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്ത നന്മകൾ ഓർത്ത് സ്തുതിക്കാൻ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ അറിയാതെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും, അറിയാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് രോഗികളുണ്ട്, കടഭാരമുള്ളവരുണ്ട്, മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഇതിനൊക്കെ പല വിടുതലുകൾ വേണ്ട ആളുകൾ ഇതിൻ്റെ അകത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാപിക്കണ്ടേ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പ്രൈസ് ദി ലോർഡ്. ജീസസ് ദ വേ ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നേക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തിനാ? ചിലത് പ്രാപിക്കാൻ, ചില വിടുതലുകൾ അനുഭവിക്കാൻ, ചില സൗഖ്യം അനുഭവിക്കാൻ, ചില ദൈവിക സ്പർശനങ്ങൾ അനുഭവിപ്പാൻ കർത്താവ് നമ്മളെ കൊണ്ടുവന്നേക്കുക. അത് അനുഭവിക്കാൻ താല്പര്യമുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ മഹത്വം കർത്താവ് ഇന്ന് നമ്മളെ കാണിക്കാൻ പോകുകയാണ്. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 പത്രോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം നമുക്കിവിടെ വായിച്ച് കേൾക്കാം. 1 പത്രോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. മതി. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. മതി. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. നമുക്ക് വേണ്ടി കരുതാൻ ഒരു ദൈവമുണ്ട്. അത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ പകുതി ടെൻഷൻ ഇവിടെ ഇപ്പോൾ തീരും. ഇതിൻ്റെ അകത്ത് കയറി വന്നത് വലിയ ഭാരത്തോടെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറയണം, എനിക്ക് കരുതാൻ ഒരാളുണ്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതാൻ ഒരാളുണ്ട്, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതാൻ എനിക്കൊരാളുണ്ട്, എൻ്റെ രോഗത്തിൽ എനിക്ക് കരുതാൻ ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, എൻ്റെ കർത്താവാ, എൻ്റെ യേശുവാ. ഇന്നത് വിശ്വാസത്തോടെ ഇതിൻ്റെ അകത്തിരിക്കുന്നെങ്കിൽ ദൈവദാസന്മാർ പ്രാരംഭത്തിൽ പറഞ്ഞു, ഈ ഹോളിൽ നിന്ന് നിങ്ങൾ വെറുതെ മടങ്ങിപ്പോകേണ്ടി വരത്തില്ല. നിങ്ങൾ എന്താവശ്യത്തോടെ വന്നോ അതിന് ഉത്തരം കിട്ടിയിട്ട് നിങ്ങൾ ഇവിടുന്ന് മടങ്ങിപ്പോകൂ. യേശു അതിന് മതിയായവനാണ്. അവൻ കരുതുന്ന ദൈവമാണ്. ആ ദൈവ സാന്നിധ്യം ഇതിന്റെ അകത്ത് വ്യാപരിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം കരുതുന്നവനാ, പക്ഷെ നമ്മുടെ ചിന്ത അവൻ്റെ മേലിട്ടുകൊള്ളണം. നമ്മുടെ ചിന്ത അവൻ്റെ മേലിട്ടുകൊള്ളണം. ഇപ്പം നമുക്കൊരു ബാധ്യതയുണ്ടെങ്കിൽ, ഒരു കടഭാരമുണ്ടെങ്കിൽ നമ്മൾ നേരെ ബാങ്കിലേക്കാണ് ചെല്ലുന്നത്. ബാങ്കിൽ ചെന്നിട്ട് എനിക്ക് 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ തരുമോ? ഇല്ല. നമ്മൾ ആദ്യം എന്താ പറയുന്നത്? മാനേജർ എടുത്തു പോയി നമ്മുടെ സകല പ്രശ്നങ്ങളും അവിടെ കൊണ്ടുവന്ന് വിളമ്പും. ചെയ്യോ? എൻ്റെ സാഹചര്യം ഇന്നതാ, എൻ്റെ പ്രശ്നം ഇന്നതാ, എനിക്ക് ഇന്നതാ. മാനേജറോട് മനസ്സ് തുറന്ന് എന്ത് ചെയ്യും? അത് കേൾക്കുമ്പോൾ തരാൻ പറ്റത്തില്ലെങ്കിലും മാനേജർ പറയും നോക്കട്ടെ. അപ്പം നമ്മുടെ ചിന്ത നമുക്ക് അവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ നമുക്ക് ഒരു മടിയില്ല. പക്ഷെ ദൈവസന്നിധി വന്നാൽ നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇതിനകത്ത്.
നമ്മുടെ ഭാരം കർത്താവിന്റെ കയ്യിലേക്കൊന്ന് കൊടുക്കാൻ തയ്യാറാണോ? നമ്മുടെ വേദന കർത്താവിന്റെ കയ്യിലേക്കൊന്ന് കൊടുക്കാൻ തയ്യാറാണോ? നിനക്ക് തീർക്കാൻ പറ്റാത്ത ബാധ്യതയുമായി ഇതിന്റെ അകത്ത് വന്നേക്കുന്നേ. പ്രതീക്ഷയില്ലാത്ത ഒരു മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് ഇതിന്റെ അകത്ത് വന്നേക്കുന്നേ. ജന്മനാലുള്ള ചില വൈകല്യങ്ങളുമായിട്ട് ഇതിന്റെ അകത്ത് വന്നേക്കുന്നേ. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചെടുത്താ നീ ഇതിന്റെ അകത്ത് വന്നേക്കണേ. ഈ ചെയറിലിരുന്ന് ചിന്തിച്ചിരിക്കാനല്ല ദൈവം കൊണ്ടുവന്നത്. ആ ചിന്ത കർത്താവിന്റെ കയ്യിലേക്ക് ഒന്ന് കൈമാറാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ചിലരെ വിവേചിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ചിലരെ ഇതിന്റെ അകത്ത് വിവേചിച്ചു കൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിലെ വേദന കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മനസ്സിന്റെ ഉള്ളിലിട്ട് നീ നീറിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആരോട് തുറന്നു പറയാൻ കഴിയാത്ത നിന്റെ സങ്കടങ്ങൾ നിന്റെ അകത്തുള്ളിൽ ഒതുക്കി നീ ഇതിന്റെ അകത്ത് തകർന്നവനായിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ സഭയ്ക്കകത്ത് ഞാൻ ദൂത് കൈമാറുകയാ. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. എത്ര ആഴത്തിൽ കിടക്കുന്ന മീനാണെങ്കിലോ, നിന്റെ പടക് ശൂന്യമാണെങ്കിലോ, നിന്റെ അധ്വാനങ്ങൾ വ്യർത്ഥമായി പോയെങ്കിലോ, പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറോ. നിന്റെ പടക് നിറച്ചു തരാൻ ഒരു ദൈവമുണ്ട്. നിന്റെ ശൂന്യമായ വല നിറയ്ക്കാൻ ഒരു കർത്താവുണ്ട്. ഉഡാന റബബബബ ശംതര റബബബ ഉഡഗരാദല റിദന റബ ഷൈഡ ഹത്തര റബ. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാകട്ടോ. ഒരു പുതിയ ആരംഭം നിന്റെ ജീവിതത്തിൽ ഇവിടെ നിന്ന് കുറിക്കാൻ പോകുകയാ. ഈ ജീസസ് ദ വേ ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഇന്നിവിടെ തുടങ്ങിയതുപോലെ ഒരു പുതിയ തുടക്കം നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ആരംഭിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി കരുതാൻ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങളുടെ ചിന്ത കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ വിഷമങ്ങളെല്ലാം കൊടുക്കുക. ഈ യോഗം തീരുന്നതിന് മുൻപ് കർത്താവ് ചിലത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കരുതുന്ന ദൈവം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം 105:17 വാക്യം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 105:17. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ ദൈവമക്കളെ, ആരാ അയച്ചേ? ദൈവം. അവൻ അയച്ചു. ആർക്ക് മുൻപായി? ആർക്ക് മുൻപായി? യാക്കോബിനും കുടുംബത്തിനും മുൻപായി അവൻ ഒരാളെ അയച്ചു. ആരാ? ദൈവം അയച്ചു. ആരെ? യോസേപ്പിനെ അയച്ചു. എന്തിനാ അയച്ചെന്നറിയാമോ? 13 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് അയക്കുമ്പോൾ ഏകദേശം യോസേപ്പിന് 17 വയസ്സാണ്. ഇപ്പോൾ ഇവിടുന്ന് ദൈവം ഇവനെ അയക്കുക. അയക്കുന്ന സാഹചര്യമൊക്കെ വളരെ വിചിത്രമാണ്. സ്വന്തം വീട്ടിലെ ചേട്ടന്മാരെല്ലാം കൂടെ അവനെതിരായി തിരിഞ്ഞ് അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. ഇതാ യാത്രയയപ്പെന്ന് പറയണേ. നമ്മൾ പലരെ യാത്ര അയക്കുന്നത് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കാറൊക്കെ വിളിച്ച് കുടുംബക്കാരെല്ലാം കൂടെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് കയറ്റി വിടുന്ന ഒരു യാത്രയപ്പം നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവന് യാത്ര അയച്ചത് ചേട്ടന്മാരെല്ലാം കൂടെ നമ്മുടെ ഭാഷയെ പറഞ്ഞ പെട്ടിയിലാക്കി അയക്കുമായിരുന്നു. വീട്ടിൽ വന്ന് പറഞ്ഞത് എന്താ? അവൻ ചത്തുപോയെന്നാ പറഞ്ഞേ. ദേ ഉടുപ്പ് കണ്ടോ, ചോരയിൽ മുക്കിയ ഉടുപ്പ് കാണിച്ചു കൊടുത്തോളൂ. പറഞ്ഞു നിന്റെ മോൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു യാത്രയപ്പ കിട്ടിയത്. ഇത് ആരാ കൊടുത്തേ? ദൈവം കൊടുത്തു എന്നാ വായിച്ചത് നമ്മളെ. സ്വത്രം. നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ?
എൻ്റെ ചേട്ടന്മാരെന്നെ ഒതുക്കി, നാട്ടുകാരെന്നെ ഒതുക്കി, ചിലരെന്നെ പറ്റിച്ചു. ഇതൊക്കെ എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ചില കാര്യപരിപാടിയാണെന്ന് തിരിച്ചറിഞ്ഞോളണം. ചില തകർച്ചകളും വേദനകളും ഒക്കെ വന്നതുകൊണ്ടാ ഈ വർഷിപ്പ് സെന്ററിൽ ദൈവം നിന്നെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ച്, യോസേപ്പിനെ അവർക്ക് മുൻപായി അയച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത 13 വർഷം കഴിഞ്ഞ് കനാൻ നാട്ടിൽ ഒരു ക്ഷാമം ഉണ്ടാകും. അന്ന് യാക്കോബിന്റെ കുടുംബം ആഹാരം കിട്ടാതെ പട്ടിണി കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടായാൽ ആ കുടുംബത്തിന് വേണ്ടി ഉള്ള ദൈവത്തിന്റെ കരുതൽ 13 വർഷം മുമ്പ് ദൈവം തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കണം, 13 വർഷം കഴിഞ്ഞ് ക്ഷാമം ഉണ്ടാകുന്ന കാര്യം യാക്കോബിന് അറിയത്തില്ല, യാക്കോബിന്റെ വീട്ടിലുള്ള മക്കൾക്കും അറിയത്തില്ല, ഈ ഭാര്യയ്ക്കും അറിയത്തില്ല. 13 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോവാന്ന്. പക്ഷെ ആ പ്രശ്നത്തെ യാക്കോബെ നിന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവത്തിനറിയാം. അവൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ? നിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരാളെ തെരഞ്ഞെടുത്ത് നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതാൻ ദൈവം അയച്ചു. ഇതാ ദൈവത്തിന്റെ പദ്ധതി. എത്ര പേർക്ക് മനസ്സിലായി? ദൈവം കരുതുന്നവനാണെന്ന് പറഞ്ഞാൽ നിനക്ക് ഇന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ സ്പോട്ടിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയല്ല, വർഷങ്ങൾക്ക് മുന്നേ നിന്റെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു ഭൗതിക വിഷയത്തില് ഇടപെടാൻ ദൈവം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തിരിച്ചറിവുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ഇതാ. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങൾ ഇന്നൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു, ഇന്ന് ഞാനും നിങ്ങൾ ഒരു വേദനയിൽ അകപ്പെട്ടു. അത് ഇന്നുണ്ടായ ഒരു പ്രശ്നമാണ് നമുക്ക്. പക്ഷേ നമ്മളെ വിളിച്ച ദൈവം വർഷങ്ങൾക്ക് മുൻപേ കണ്ടിട്ടുണ്ട്. എന്താ കണ്ടെന്നറിയാമോ? എൻ്റെ മൂസാക്കയ്ക്ക് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകോ, എന്റെ പ്രതീക്ഷയിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകോ എന്ന് ആര് കണ്ടിട്ടുണ്ട്? എന്റെ ദൈവം കണ്ടിട്ടുണ്ട്. ആ കണ്ട ദൈവം സ്തോത്ര ഒരു കരുതിയിട്ടുണ്ട്. ആ കരുതൽ വെളിപ്പെടാൻ പോകുക. ആ കരുതൽ വെളിപ്പെടാൻ പോകുക. എന്താ ചെയ്യേണ്ടത്? നിന്റെ ചിന്തകളെല്ലാം അവന്റെ മേൽ അർപ്പിക്കുക. നിന്റെ ചിന്തകളെല്ലാം അവന്റെ മേൽ കൊണ്ടുപോവാ. ദൈവത്തിന്റെ കരുതലായി മാറാൻ പോകുക. ഇന്ന് പകൽ ദൈവത്തിന്റെ ഇടപെടൽ ഭൗതിക മണ്ഡലത്തില്, ശാരീരിക മണ്ഡലത്തില് ദൈവത്തിന്റെ കരുതൽ ഇന്ന് പകൽ ദൈവം വെളിപ്പെടുത്താൻ പോകുക. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പൊ ദൈവമക്കൾ മനസ്സിലാക്കണം, 13 വർഷം കഴിഞ്ഞ് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നത്തിന് വേണ്ടി ദൈവം ഇപ്പോഴേ ചിന്തിക്കാൻ തുടങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മക്കളെ LKG കൊണ്ടുവന്ന് ചേർക്കുമ്പോഴേ കെട്ടിക്കാനുള്ള പരിപാടി എഴുതിച്ചുകൊണ്ടിരിക്കണേ. LKG കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ളൂ. ഇനി 10-20 വർഷം കഴിയുമ്പോൾ കാണുമ്പോൾ അയ്യോ എനിക്ക് 2 പെൺമക്കളെ എങ്ങനെയാണെന്നറിയില്ല. ദൈവമക്കളെ പ്രാർത്ഥിക്കണം. സ്തോത്രം. LKGയിൽ വിട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴേ ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. നമ്മളെ വിളിച്ചിറക്കിയവൻ നമുക്ക് തലമുറയെ തന്നെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അവൻ കരുതുന്നുണ്ട്. നമ്മൾ അവൻ്റെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ സംവിധാനത്തിൻ്റെ കൂടെ നിന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പായിരുന്നു ഇത്. സ്തോത്രം. ഒന്നും കാണാതെ വിട്ടിറങ്ങിയതാ. ദൈവത്തിന്റെ പ്രമാണത്തിന്, സത്യങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചതാ. സ്തോത്രം. എന്നാൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാകുന്നു സ്വപ്നത്തിൽ കരുതിയതാണോ? ഇങ്ങനെയൊരു ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചതാണോ? പക്ഷെ നിങ്ങൾ ആയിരുന്ന സ്ഥലത്ത് എന്താണോ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്, അവിടെ എന്തൊക്കെ നിങ്ങളുടെ ഹോളിൽ ഉണ്ടായിരുന്നോ അതൊക്കെ തന്ന് നിങ്ങളെ ആദരിച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ, അതിനൊക്കെ വേണ്ടി കരുതിയ ഒരു ദൈവത്തിന്റെ വെളിപ്പെടൽ ഇന്ന് ഈ ഹോളിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്.
ഈ 2 ടിവിയും മുമ്പ് 3 ടിവിയും ഈ ക്യാമറ, ഈ സൗണ്ട് സിസ്റ്റവും ഈ സെറ്റപ്പ് ഒക്കെ ഇതിന്റെ അകത്ത് ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. പോക്കറ്റ് നിറച്ച് കാശുണ്ടായിട്ടല്ല, ബാങ്കിൽ ആവശ്യത്തിന് കൂടുതൽ പണം ഉണ്ടായിട്ടല്ല. എനിക്ക് നിങ്ങളെ ചിലരെയൊക്കെ അറിയാം, കടങ്ങളും ബാധ്യതകളും അതിന്റെ മുകളിൽ ബാധ്യതയുമായി ജീവിക്കുന്ന നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചെങ്കിൽ ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു കരുതലുണ്ട്. പ്രതീക്ഷിക്കാത്ത ചില നന്മകളോ വഴികളൊക്കെ ദൈവം നിങ്ങളുടെ ഇടയിൽ ചിലരുടെ കയ്യിൽ തന്നത്, ചിലരെയൊക്കെ ഇതിനു വേണ്ടി എഴുന്നേൽപ്പിച്ചതൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് തമ്പുരാൻ മുൻകൂട്ടി അറിഞ്ഞിട്ട് അവന്റെ കരുതൽ വെളിപ്പെടുത്തി തന്ന് ദൈവം നിങ്ങളെ ആദരിച്ചെങ്കിൽ ഇന്ന് പകൽ മൗനമായിരിക്കാതെ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഭൗതിക വിഷയത്തിൽ ദൈവം കരുതും, നമ്മുടെ ആത്മീയ വിഷയത്തിലും ദൈവം കരുതും. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും അവനിൽ തിരഞ്ഞെടുത്തു. നോക്കിക്കേ, ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. എന്തിന്? നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. ആരുടെ മുമ്പിൽ? ദൈവത്തിന്റെ മുമ്പിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകമുണ്ടാകുന്നതിന് മുൻപ്, ആദാമും ഹവ്വായും ഉണ്ടാകുന്നതിന് മുൻപ് ക്രിസ്തുവിലൂടെ നമ്മൾ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി വഴി തുറന്നു. നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ്, മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് മനുഷ്യന് ഒരു ആത്മീയ പ്രശ്നം ഉണ്ടായാൽ അവനെ രക്ഷിക്കാൻ കർത്താവിനെ ഒരുക്കിയെന്ന്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് ദൂത് മനസ്സിലായി? നമ്മൾ വിശുദ്ധിയും അല്ലെങ്കിൽ നമ്മുടെ നിഷ്കളങ്കതയും ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ, ദൈവത്തെ അറിഞ്ഞിട്ട് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മളെ വീണ്ടെടുക്കാൻ നമുക്കൊരു മാർഗം കർത്താവ് ഒരുക്കിയെന്ന്. ആത്മീയ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള വഴി കർത്താവ് ഒരുക്കിയെന്ന്. ഞാൻ പറഞ്ഞ ദൈവം കരുതുന്നവനാ. നമ്മുടെ ഭൗതിക വിഷയത്തിന് കരുതുന്നവനാണ്, നമ്മുടെ ആത്മീയ വിഷയത്തിൽ കരുതലുള്ളവനാണ്. സ്വത്രം നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. നമ്മൾ ദൈവസന്നിധിയിൽ അകന്നുപോയവരായിരുന്നു. പാപം ചെയ്ത് ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുടുംബത്തിലാ ജീവിച്ചേ. പക്ഷെ നമ്മൾ എങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി? അത് ചിലപ്പോൾ 2000-ലായിരിക്കും നടന്നേ, ചിലപ്പോൾ 2025-ലായിരിക്കും നടന്നേ. അത് സ്തോത്രം നടന്നത് ഇപ്പോഴാണെങ്കിലും നീ ഉണ്ടാകുന്നതിന് മുൻപ്, ലോകമുണ്ടാകുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു പ്രശ്നം ഇന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള മാർഗം നമ്മൾ ഉണ്ടാകുന്നതിന് മുൻപ് നമ്മുടെ ദൈവം കരുതിയെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ സ്തോത്ര. അതുകൊണ്ടാ സ്തോത്ര, അനേകര് കണ്ണുണ്ടായിട്ട് കാണാത്ത ദൈവങ്ങളുടെ പുറകെ പോകുമ്പോൾ, കൈയുണ്ടായിട്ട് ചലിപ്പിക്കാത്ത വിഗ്രഹങ്ങളുടെ പുറകെ പോകുമ്പോൾ, കാലുണ്ടായിട്ട് നടക്കാത്ത ഊമ ദൈവങ്ങളുടെ പുറകെ പോകുമ്പോൾ, ഞാൻ നിങ്ങൾ ജീവനുള്ള സത്യ ദൈവത്തെ ആരാധിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, അവൻ നമ്മുടെ ഭൗതികതയെ മാത്രമല്ല ആത്മീയതയ്ക്ക് വിഷയത്തിന് കരുതുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ കരുതൽ ഇന്ന് അനുഭവിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. ഒരുപക്ഷെ ആത്മീയ ജീവിതം തകർന്നു കിടക്കുകയായിരിക്കും.
ഒരുപക്ഷെ നീ ഒരു മദ്യപാനിയായിരിക്കോ, ഒരുപക്ഷെ നീ പുകവലിക്കുന്ന ഒരാളായിരിക്കോ, ഒരുപക്ഷെ കർത്തൃമേശ ഇടക്കാൻ പറ്റാത്ത ജീവിതത്തിലുള്ള പാപവുമായിട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കോ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയാ, ലോകമുണ്ടാകുന്നതിന് മുൻപ് നിന്റെ ഈ പരാജയത്തിൽ നിന്ന് നിന്നെ മടക്കി വരുത്താൻ ദൈവം ഒരു കാര്യം ഒരുക്കിയിട്ടുണ്ട്. അതെന്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ രക്തത്താൽ നിനക്ക് മോചനമുണ്ട്. അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് യേശു ക്രിസ്തുവിലൂടെ സാധ്യമാണ്. ഇന്ന് പകലിൽ അവനോട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ പാപം യേശുവിനോട് പറയാൻ തയ്യാറാണെങ്കിൽ, നിന്റെ കുറവുകൾ യേശുവിനോട് പറയാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് പകൽ നിന്നെ വീണ്ടെടുക്കുവാൻ യേശുവിലൂടെ എന്റെ ദൈവം തയ്യാറാണ്. Praise the Lord. Hallelujah. അപ്പൊ ദൈവത്തിന്റെ കരുതല് നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്ക് അനുഭവിക്കാൻ പറ്റും, ഭൗതിക മണ്ഡലത്തിലും അനുഭവിക്കാൻ പറ്റും. ഇന്ന് ഇത് രണ്ടും അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ദൈവം തന്ന ദൂതിന്റെ ഒന്നാമത്തെ ഭാഗം ഞാൻ സഭയിലേക്ക് കൈമാറുകയാണ്. ഭൗതിക വിഷയത്തിൽ ഞെരുക്കം അനുഭവിച്ച്, അല്ലെങ്കിൽ ശാരീരിക വേദന അനുഭവിച്ച്, അല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ അനുഭവിച്ച് ഇതിൻ്റെ അകത്ത് ആരെങ്കിലും വന്നിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വിടിവിക്കാൻ ഒരു ദൈവമുണ്ട്. അവൻ ഇന്ന് ഇവിടെ ഇറങ്ങി വന്നേക്കുവാ. അവൻ ഇറങ്ങി വന്നേക്കണേ എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് നിങ്ങളെക്കുറിച്ച് അവൻ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ഈ പ്രശ്നത്തിൽ എനിക്ക് വേണ്ടി ഇടപെടണം. എൻ്റെ ആത്മീയ മണ്ഡലത്തിൽ എനിക്കൊരു പരാജയമുണ്ട്. കർത്താവേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, നീ എനിക്ക് വേണ്ടി ഒന്ന് ഇടപെടണം, എന്നെ ഒന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഇതിൻ്റെ അകത്ത് എത്ര പേർ തയ്യാറുണ്ട്? എല്ലാവരോടും അല്ല ചോദിക്കുന്നത്, ഒരു പ്രത്യേക വിടുതൽ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തില് ചില സാമ്പത്തിക മേഖലകളിൽ തകർച്ച അനുഭവിച്ച്, അതുപോലെ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്ക് വിരോധമായി ഇതിന്റെ അകത്ത് എഴുതപ്പെട്ടത് മനസ്സിൽ കുറിച്ച് ഭാരപ്പെട്ടതിന്റെ അകത്ത് വന്നിരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ലഭിക്കുന്നുണ്ട്.